നാരായണ പരമഗുരവേ നമ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയന്റെ കീഴിലുള്ള ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വിദൂര ദർശന പഠനത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഗുരുധ്യാനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നതിനായി മായ ഷിബു കുമരകത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ആത്മീയതയെയും ഭൗതികതയെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സമൂഹത്തിന്റെ ഉന്നമനം, ഇതാണ് ഗുരു ഫിലോസഫി എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഗുരു ഫിലോസഫി എന്ന വിഷയത്തിൽ ഇതുവരെ 3 ക്ലാസ്സുകൾ ഇവിടെ കഴിഞ്ഞു. തുടർന്ന് ഇന്ന് ഈ വിഷയത്തിൽ നമുക്ക് ക്ലാസ്സുകൾ എടുത്തു തരുന്നത് പ്രശസ്ത ഗുരു ഫിലോസഫി പ്രചാരകനായ ശ്രീ തമ്പി ചേലക്കാട്ട് സാറാണ്. സാറിനെ ഈ ക്ലാസ് എടുക്കുന്നതിനായി ഏറെ ബഹുമാനപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്തേ സാർ. നമസ്തേ. ലിങ്ക് കാണാതെ ഞാനിത് തപ്പി, അതുകൊണ്ടാ വൈകിയത്. പിന്നീടാണ് ഞാൻ അത് ട്രൈ ചെയ്തത് ശരിയല്ലാത്ത രീതിയിലാണ് മനസ്സിലായത്. ഏതായാലും കണ്ടു. ഞാന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മത്തോ നാന്യ, അത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് 3-4 മിനിറ്റ് മുമ്പ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിൽ പങ്കെടുത്ത ആരെങ്കിലും അക്കാര്യം ഓർക്കുന്നുണ്ടോ? ഹലോ, ഹലോ, ഞാൻ ചോദിച്ചത് കേട്ടായിരുന്നോ? ഹലോ, ക്ലാസ്സിൽ പങ്കെടുത്ത ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ് എങ്ങനെയാണ് അവസാനിപ്പിച്ചത് എന്ന്, മത്തോ നാന്യ എന്ന ഗുരുവിൻ്റെ പ്രഖ്യാപനം, അത് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ, മറ്റു ചിന്തകളിലേക്ക് പോകാതെ നിങ്ങൾ അത് ഓർക്കാൻ ഇടവരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നിർത്തിയത്. അന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത ആരെങ്കിലും ഇതിലുണ്ടോ ഇപ്പോ? അതൊക്കെ പുതിയ ആളുകളാണ്. സുധീഷ് മാഷേ, ആരും ഒന്നും പറയുന്നില്ല. എന്നിൽ നിന്ന് അന്യമായി ഒന്നും ഇല്ല എന്നല്ലേ സാർ ഒന്ന് പറഞ്ഞു? അതെ അതെ, അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അത് കേൾക്കാത്തവരും ഈ ക്ലാസ്സിൽ ഉണ്ടോ? അല്ല, നിങ്ങളുടെ യൂട്യൂബ് അതില് പോസ്റ്റ് ചെയ്യുമ്പോഴെങ്കിലും കേട്ട് കാണണമല്ലോ. അങ്ങനെ ഞാൻ വിശ്വസിക്കാം. ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം, ഇതൊരു കണ്ടിന്യൂറ്റി വേണ്ടതാണ്. ഇതൊരു പഠനമാണല്ലോ. എനിക്ക് ഇഷ്ടമുള്ളതങ്ങ് പറഞ്ഞു പോകലല്ല. ഇത് കൃത്യമായി പഠനത്തിന്റെ ഒരു രീതി നമുക്കറിയാലോ. അതിനൊരു തുടർച്ച ഉണ്ടാവണം, എന്നാലേ അത് പൂർണ്ണമായി പഠിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഞാനിങ്ങനെ ഇരുന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് ഒരു പ്രഭാഷണം നടത്താനല്ല ശ്രമിക്കുന്നത് എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. അപ്പൊ ഇക്കാര്യം ഒന്ന് ഓർക്കണം. കഴിയുന്നതും ക്ലാസ്സിൽ മുടങ്ങാതെ വരിക. പിന്നെ നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളത് കാണുന്നുണ്ടാവും. അങ്ങനെ കാണുക. ഇതിങ്ങനെ ഒരു തുടർച്ച ആയ പ്രക്രിയയായി നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാലേ ഈ ക്ലാസ് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഞാൻ ഇന്ന് മത്തോ നാന്യയെ തുടർന്ന് പറയേണ്ടത് എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ, മത്തോ നാന്യ എന്ന ആ ഒരു ഗുരുവിൻ്റെ വലിയ മഹത്തരമായ പ്രഖ്യാപനം, അത് കൃത്യമായി ഓർക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ
പിന്നെ അതൊരു ആശയക്കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പോ ഉഷ ആണല്ലോ ഇപ്പൊ സംസാരിച്ചേ. ഉഷാ അപ്പൊ രവീന്ദ്രൻ. ഉഷ രവീന്ദ്രൻ. ഇവിടെ ഉഷ മാത്രമേ കാണുന്നുള്ളൂ. ആ. അപ്പോ എന്ത് വേണം, എങ്ങനെ നമ്മൾ എന്നിൽ നിന്നും അന്യമല്ലാതെ ഒന്നുമില്ല എന്ന ബോധത്തിൽ നമ്മൾ ഉയരണം. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പോ ക്ലാസ്സിലിരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയിലേക്ക് അവര് വഴുതി മാറാൻ, അല്ലെങ്കിൽ അതിലെത്തിച്ചേരാനുള്ള പരിശ്രമം സ്വാഭാവികമായും നടത്തിയിരിക്കാൻ ഇടയില്ല. കാരണം അവരത് ശ്രമിച്ചിരുന്നില്ല, ശ്രദ്ധിച്ചിരുന്നില്ല. ഇതാണ് ഒരവസ്ഥ. ഇപ്പോ ഞാനൊരു കാര്യം ചെയ്യായിരുന്നു. ഈ മത്തോനാന്യ എന്ന ആ സൂത്രം, അത് ഗുരുവിന്റെ വേദാന്ത സൂത്രത്തിൽ അടങ്ങിയിട്ടുള്ളതാണ്. അത് ആദ്യത്തെ 12 ശ്ലോകങ്ങൾ തിരഞ്ഞെടുത്ത് അതിൻ്റെ ഒരു സംഗ്രഹം, വേദാന്ത സൂത്രം തന്നെ പിന്നെ ഗുരുവിന്റെ ഫിലോസഫിയുടെ ഒരു സംഗ്രഹമാണ്. അതിൻ്റെ സംഗ്രഹം എന്ന നിലയിലാണ് മത്തോനാന്യ എന്നത് നിങ്ങളോട് പറഞ്ഞത്. എന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. അപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, പലരും പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉത്തരമുണ്ട്: എല്ലാം ഒന്നാണ്, എല്ലാം ഒന്നാണ്. അപ്പോ എന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല എന്ന ഒരു പിന്നെ പ്രഖ്യാപനം അതുകൊണ്ട് ശരിയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിൽ ഉണ്ടാകും. അതിനാണ് സാധ്യത ഏറെ. മറ്റൊന്നുകൊണ്ടുമല്ല, അങ്ങനെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാം ഒന്നാണ്. ഗുരു ഫിലോസഫി എല്ലാം ഒന്നാണോ, അതോ ഒന്ന് മാത്രമേ ഉള്ളൂ, പലതില്ല എന്നാണോ ഗുരു ഫിലോസഫി നമ്മളോട് പറയുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എല്ലാം ഒന്നാണ് എന്നാണോ, ഒന്നേ ഉള്ളൂ പലതില്ല എന്നതാണ്? എന്താണ് ഗുരു ഫിലോസഫി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്നത്? അത് ഈ സുധ മാഡം ഇടയ്ക്ക് പറയാറുണ്ട് വളരെ കൃത്യമായി. സുധ ഒന്ന് ഒന്നേ ഉള്ളൂ പലതില്ല. ഒന്നേ ഉള്ളൂ. അപ്പോ അവിടെ ഒന്നേ ഉള്ളൂ, പലതില്ല. അപ്പോ എല്ലാം ഒന്നാണ് എന്ന് പറയുമ്പോ പലതുണ്ടെന്നല്ലേ അതിനർത്ഥം? അല്ലേ? ശരിയാണോ? ശരിയാണ്. അവരപ്പോ എല്ലാം ഒന്നാണ്, നേരെ തിരിച്ചാണ് പറയുന്നത്. അവരുടെ കുഴപ്പമില്ല. എല്ലാം ഞാനാണ് എന്ന് ഉള്ള പ്രഖ്യാപനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭഗവത്ഗീത വായിക്കുമ്പോഴൊക്കെ. എല്ലാം ഞാനാണ് എന്ന് കേട്ടിട്ടില്ലേ? ഹലോ, കേട്ടിട്ടുണ്ടല്ലോ. എല്ലാം ഞാനാണ്. അപ്പോ ഭഗവത്ഗീതയുടെ നിലപാട് അതാണ്. എല്ലാം ഉണ്ട്, പക്ഷെ അത് ഞാനാണ്. എല്ലാം ഉണ്ട്, പക്ഷെ അത് ഞാനാണ്. ഗുരു പറഞ്ഞു ഒന്നേ ഉള്ളൂ, പലതില്ല. എല്ലാമില്ല, അല്ലെങ്കിൽ പലതില്ല. അപ്പൊ രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സമീപനമാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ, വിപരീത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ചിന്താഗതിയാണ്. അങ്ങനെ നിങ്ങൾ ഇതേവരെ ചിന്തിച്ചു കാണാൻ ഇടയില്ല. ഉണ്ടോ?
ഇല്ല. ഇല്ല. നാം ഇതേവരെ സഞ്ചരിച്ചിരിക്കുന്നത് ഭഗവത്ഗീതയുടെ ഒപ്പമാണ്. ഗുരു ഫിലോസഫിയുടെ ഒപ്പം നമ്മുടെ സഞ്ചാരം തുടങ്ങിയിട്ട് പോലും ഇല്ല. പക്ഷെ നമുക്ക് ഗുരു ഫിലോസഫി അറിയാം. എങ്ങനെ അറിയാം? അത് അദ്വൈതം, രണ്ടില്ലാത്തതാണ്, ഒന്നേ ഉള്ളൂ. എത്രയൊക്കെ പറയാൻ നമുക്കറിയാം. പക്ഷേ ഒന്നേ ഉള്ളൂ, പലതില്ല എന്ന ഗുരു ഫിലോസഫിയും എല്ലാം ഞാനാണ് എന്ന ഗീതയുടെ നിലപാടും വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ്. ഗീതയുടെ നിലപാടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നാം എത്തിച്ചേരുന്ന ഇടം ആ നിലപാടിനനുസരിച്ചിട്ടാണ്. പലതാണ്, പലത് എല്ലാം ഉണ്ട്, അത് പക്ഷെ അത് ഞാനാണ്. അപ്പൊ അവിടെ ഞാൻ എന്ന ആ ചിന്തയ്ക്കാണ് അവിടെ പ്രാധാന്യം. ഞാൻ എന്നത് അവിടെ ദൈവത്തെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഗീതയിൽ കൃഷ്ണ ഉപദേശമാണല്ലോ, ശ്രീകൃഷ്ണന്റെ. ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയാം മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോ മഹാവിഷ്ണു തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞാൽ തർക്കം പിന്നെയും വരും. അപ്പൊ ബ്രഹ്മാവും ശിവനും ആരാണ് എന്നൊക്കെയുള്ള ചോദ്യം വരും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ശുദ്ധമായി ഭഗവത്ഗീത പറഞ്ഞ കാര്യം മാത്രമേ പറയൂ. മറ്റേ വിഷയം വേറെയാണ്. അത് ആരോ ആർക്കോ എങ്ങനെയോ വേണമെങ്കിൽ തീരുമാനിച്ചത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത്, ഈ സമീപനം ഗുരുവിന്റെ ഫിലോസഫിയും ഗീത മുന്നോട്ട് വയ്ക്കുന്ന ഫിലോസഫിയും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടുപേരെയും ആ ഫിലോസഫികളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വ്യത്യസ്ത രീതിയിലാണ് എത്തിക്കുക. ഗുരു ഫിലോസഫിയിൽ ഞാൻ കഴിഞ്ഞ അവസാന ക്ലാസ്സിൽ പറഞ്ഞത് മത്തോ നാന്യ, എന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. അപ്പൊ എല്ലാം ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ട്, പക്ഷെ എന്നിൽ നിന്ന് അന്യമല്ല. അതൊക്കെ എന്നിൽ നിന്ന് അന്യമല്ല. അതൊക്കെ എല്ലാം ഉണ്ട്, പക്ഷെ അതൊക്കെ ഞാനാണ് എന്ന് പറയുന്നതും, എന്നിൽ നിന്ന് അന്യമല്ല ഈ കാണുന്ന സർവസ്വവും എന്ന ചിന്തയും വ്യത്യസ്തമായ ജീവിത വീക്ഷണത്തിലേക്കും ജീവിത ക്രമത്തിലേക്കുമേ നമ്മളെ നയിക്കൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഹലോ, ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി സാർ. ആ, അങ്ങനെ നോക്കുമ്പോ നമ്മൾ എവിടേക്കാണ് സഞ്ചരിക്കേണ്ടത്? എന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല എന്ന ബോധ്യത്തിലാണോ നാം സഞ്ചരിക്കേണ്ടത്, എത്തിച്ചേരേണ്ടത്? അതോ ഗീതയുടെ തുടർന്നുള്ള ബോധ്യത്തിലാണോ നമുക്ക് എത്തിച്ചേരേണ്ടത്? ഗുരു ആഗ്രഹിച്ചത് ഗുരുവിന്റെ ഫിലോസഫിയിലൂടെ നമ്മെ അതിലൂടെ നയിക്കണമെന്നാണ്. അതാണ് ഗുരു ആഗ്രഹിച്ചത്. ഗുരു ആഗ്രഹിച്ചത് ഗുരുവിന്റെ ആത്മനിഷ്ഠമായ ആഗ്രഹമല്ല. എനിക്ക് പല ആഗ്രഹങ്ങൾ സ്വന്തമായി ഉണ്ടാവും, നിങ്ങൾക്കും ഒക്കെ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ആത്മനിഷ്ഠമായ ആഗ്രഹം ആണ് എന്നാണ് അതിനെ പറയുക. ഗുരു ഇങ്ങനെ ആഗ്രഹിച്ചത് അവിടെ നിന്റെ ആത്മനിഷ്ഠമായ ആഗ്രഹമല്ല. നമുക്കൊക്കെ പല ആഗ്രഹങ്ങളും ഉള്ളതുപോലെ ആത്മനിഷ്ഠമായ ഒരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയതല്ല ഈ മത്തോ നാന്യ പ്രഖ്യാപനം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം.
അപ്പൊ ഗുരു ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചു പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോ ഒന്നങ്ങോട്ട് വ്യക്തമാക്കാം. ഗുരു ഫിലോസഫി ഗുരുവിന്റെ കാഴ്ചപ്പാടല്ല. ഞാൻ ഒന്നുകൂടെ പറയാം. ഗുരു ഫിലോസഫി ഗുരുവിന്റെ കാഴ്ചപ്പാടല്ല. നമ്മൾ ഓരോരുത്തരും ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതിനെ വ്യത്യസ്തമായിട്ടായിരിക്കും ഓരോരുത്തരും അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ടാകുക. പൊതുവിലൊരു സ്വഭാവം നമ്മൾ കാണും. പക്ഷെ ആ കാഴ്ചയിൽ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ തറക്കുക. ഒരാന നടന്നു വരികയാണെന്ന് വിചാരിക്കുക. അത് നമ്മൾ കാണുകയാണ്. നമ്മുടെ ഉള്ളിൽ ആനയോടുള്ളൊരു ചിന്ത അല്ലെങ്കിൽ സമീപനം എന്താണ് എന്നതിനനുസരിച്ചിട്ടായിരിക്കും ആ കാഴ്ചയെ നാം ഉൾക്കൊണ്ടിട്ടുണ്ടാവുക. അത് നമ്മളെ ഉപദ്രവിക്കുമോ, അല്ലെങ്കിൽ ഇതെത്ര വലിയ ജീവിയാണ്, ഇങ്ങനെ ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഒരു ആഗ്രഹങ്ങളുടെ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ആ ദർശനത്തെ അല്ലെങ്കിൽ ആന ദർശനത്തെ നമ്മൾ കാണുന്നത്. അപ്പോ ഗുരുവിന്റെ അതിനെ നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറയാം. പല കാര്യങ്ങളിലും ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും. ഏത് വിഷയം എടുത്താലും. കുടുംബജീവിതം എങ്ങനെ വേണം, നമ്മുടെ പഠനം എങ്ങനെ വേണം, സമൂഹം എങ്ങനെ വേണം, ഇങ്ങനെ നിരവധി കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നമ്മുടെ ആവശ്യകതയും ഒക്കെ അനുസരിച്ച് നാം രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഗുരു ഫിലോസഫി ഗുരുവിന്റെ കാഴ്ചപ്പാടല്ല. വ്യത്യാസം മനസ്സിലായോ? ഗുരുവിന്റെ കാഴ്ചപ്പാടല്ല. ചിലര് പറയാറുണ്ട് ഗുരുവിന്റെ ഫിലോസഫി അവിടെ നിന്റെ തത്വമാണ്, തത്വദർശനം എന്നൊക്കെ വിളിക്കുന്ന ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. തത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ കൂടിച്ചേർന്ന് ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒക്കെ അവരുടെ അറിവും കഴിവും ഒക്കെ വെച്ചുകൊണ്ട് രൂപീകരിക്കുന്നതാണ് തത്വം. അത് അവര് രൂപീകരിക്കുന്നതാണ്. അപ്പോ ഗുരുവിന്റെ ഫിലോസഫി ഗുരുവിന്റെ കാഴ്ചപ്പാടല്ല, ഗുരു രൂപീകരിച്ച കണ്ടുപിടിച്ച തത്വവുമല്ല, രൂപീകരിച്ച തത്വവുമല്ല. ഞാനിത് പറഞ്ഞത് ഗുരു ഫിലോസഫിയുടെ മഹത്വം നിങ്ങളെ ഒന്ന് അറിയിക്കാനായിട്ടാണ്. ഗുരു ഫിലോസഫി പിന്നെ എന്താണ് ഗുരു ഫിലോസഫി? ഇവിടെയുള്ള സത്യം എന്നും നിലനിൽക്കുന്ന സത്യമാണെന്നും അതിന് യാതൊരു നാശവുമില്ലാത്തതാണെന്നും അത് മാത്രമാണ് സത്യമെന്നും ഗുരു അനുഭവിച്ച് അറിഞ്ഞു. ഗുരുവിന്റെ ദർശനം അല്ലെങ്കിൽ ഗുരു അത് കാണുകയുണ്ടായി. കാണുക മാത്രമല്ല, അത് അനുഭവിക്കുകയും ചെയ്തു, അറിയുകയും ചെയ്തു. അറിഞ്ഞത് എന്താണ്? ഇവിടെയുള്ള സത്യം എന്താണ് എന്നാണ്. സത്യം ഒന്നേ ഉണ്ടാകൂ. സത്യം പലതുണ്ടാവില്ലല്ലോ. പല സത്യങ്ങൾ ഉണ്ടാവില്ല. പല കാര്യങ്ങൾക്ക് പല സത്യങ്ങൾ ഉണ്ടാകും. ഇവിടെയുള്ള സത്യം എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിലും പ്രപഞ്ചത്തിലും നമ്മളെ കാണുന്ന ആകാശത്തിലും ഒക്കെ കവിഞ്ഞും ഉൾക്കൊണ്ടും ഒക്കെ നിൽക്കുന്ന ദൃശ്യങ്ങൾ. അത് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ആകാശമുണ്ട്, ഇങ്ങനെ അഗ്നിയുണ്ട്, വായുവുണ്ട്, കാറ്റുണ്ട്,
പഞ്ചഭൂതങ്ങൾ എന്ന് വിളിക്കുന്ന ഈ ഗൃഹങ്ങളുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഈ ജഗത്ത്, പ്രപഞ്ചം, ജീവൻ ഉൾപ്പെടെ സകലതും അതെന്താണ് എന്ന് കണ്ട് അനുഭവിച്ച് അറിഞ്ഞതാണ് ഗുരു. സത്യം സത്യമായി അറിഞ്ഞു. അതാണ് ഭഗവത്ഗീതയുടെ നിലപാടും ഗുരുവിന്റെ നിലപാടും തമ്മിൽ വ്യത്യസ്തമായി. ഗീത എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, വ്യത്യസ്തമാണ്. അതിനതിൻ്റെതായ ലക്ഷ്യങ്ങളും ന്യായങ്ങളും ഒക്കെ ഗീതാകാരൻ ഉണ്ടാകും, ഇരുന്നോട്ടെ. പക്ഷെ ആ നിലപാടും ഗുരുവിന്റെ ദർശനവും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നു, രണ്ട് മാർഗത്തിലൂടെ ചലിക്കുന്നു. അത് ഇന്ന് ഉള്ള നമുക്ക് അനുഭവം. എങ്ങനെയുണ്ടായി ഈ വ്യത്യാസം എന്നൊക്കെ അന്വേഷിച്ച് തലവുകേണ്ട കാര്യങ്ങളൊന്നും നമുക്കില്ല. അത് നമ്മുടെ വിഷയമേ അല്ല. ഇങ്ങനെ വ്യത്യസ്തമായി നിലനിൽക്കുന്ന രണ്ട് മാർഗങ്ങൾ, രണ്ടാശയങ്ങൾ ഉണ്ട് എന്ന നമ്മുടെ അനുഭവമാണ് നമ്മുടെ വിഷയം. അതിലൂടെ രണ്ട് മാർഗത്തിലൂടെയും സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ നാം എവിടെ എത്തിച്ചേരും, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും, നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരിക്കും എന്നത് മാത്രമാണ് നമ്മുടെ വിഷയം. ഗുരുവിന്റെ മാർഗത്തിൽ പോണോ ഗീതയുടെ മാർഗത്തിൽ പോണോ അത് അവരവർ തീരുമാനിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് രണ്ടും ഒന്നല്ല എന്ന സത്യം അത് മറച്ചു പിടിക്കുന്നത് ശരിയല്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കാനും ജീവിക്കാനും ആർക്കും അവകാശം. അതിനെ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല, വിമർശിക്കുന്നില്ല. പക്ഷെ ഇത് രണ്ടും രണ്ടാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ഇത്രേ പറഞ്ഞു. രണ്ട് മാർഗമുണ്ട്. ഇതിൽ തന്നെ പല രൂപത്തിൽ വ്യത്യസ്തമായ പിന്നെ ഗുരുവിന്റെ ഒന്നേ ഉള്ളൂ പലതില്ല എന്നതിനെ സംബന്ധിച്ച് ഗൗഡപാദ ആചാര്യര്, ഗോവിന്ദാചാര്യര്, ഇവർ രണ്ടുപേരുടെയും പേര് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുകയാണ്. ഗൗഡപാദ ആചാര്യർ അദ്ദേഹം അവിടുത്തെ ശിഷ്യനാണ് ഗോവിന്ദാചാര്യർ. ഗോവിന്ദാചാര്യരുടെ ശിഷ്യനാണ് ശ്രീ ശങ്കരാചാര്യർ. അദ്വൈത ദർശനം അല്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തം എന്നൊക്കെ പറയുന്ന അദ്വൈതമായ കാഴ്ചപ്പാട്, ഒന്നേ ഉള്ളൂ പലതില്ല, ഇത് ആദ്യമായി ആവിഷ്കരിച്ചത് ഗൗഡപാദ ആചാര്യരാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഗോവിന്ദ ആചാര്യർ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ശങ്കരാചാര്യർ. അപ്പൊ ഈ ശ്രേണിയിൽ ആദ്യം ഇത് ലോകം മുമ്പാകെ കൊണ്ടുവന്നത് ഗൗഡപാദാചാര്യരാണ്, പിന്നെ ഗോവിന്ദാചാര്യരാണ്, പിന്നെ ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ അദ്വൈത ദർശനത്തെ തർക്കങ്ങളിലൂടെ, വ്യാഖ്യാനങ്ങളിലൂടെ ഇങ്ങനെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചയാളാണ്. അതുകൊണ്ട് അദ്വൈത സിദ്ധാന്തം ആരുടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ശങ്കരാചാര്യരുടെ പേരാണ്. അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. ഇതിന്റെ ഉപജ്ഞാതാവായ ശങ്കരാചാര്യരുടെ ഗുരുവിന്റെ ഗുരു, അദ്ദേഹത്തിന്റെ പേര് പോലും ആരും കേട്ടിട്ടുണ്ടാവില്ല. ഇരിക്കട്ടെ, ഇവരൊക്കെ ആവിഷ്കരിച്ച അദ്വൈത ദർശനവും ഗുരുവിന്റെ ഫിലോസഫിയും തമ്മിലും വ്യത്യാസമുണ്ട്. ഇപ്പുറത്ത് ഗീതയുടെ നിലപാട്, ആ നിലപാട് അംഗീകരിക്കുമ്പോൾ തന്നെ അത് വെട്ടിത്തെളിക്കുന്ന മാർഗത്തിലും പല പല ആശയങ്ങൾ പിന്നീടും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതല്ല നമ്മുടെ ഇപ്പോഴത്തെ പഠന വിഷയം. ഗുരുവിന്റെ ഈ ഫിലോസഫി, ആ ഫിലോസഫിയുടെ തനിമ എന്താണ് എന്ന് നിങ്ങളോട് പറയാം. അതാണ് എൻ്റെ വിഷയം. സ്വാഭാവികമായും ഈ ശങ്കരാചാര്യരുടെ നിലപാടിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു തനിമ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുക.
ഗുരു പറഞ്ഞത് ഒന്നേ ഉള്ളൂ, പലതില്ല എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? പലതിൽ കാണപ്പെടുന്നത് ഈ ഒന്ന് തന്നെയാണ്. പറഞ്ഞ മനസ്സിലായോ? പലതുണ്ട്, പക്ഷെ പലതിൽ അടങ്ങിയിരിക്കുന്നത് ഈ ഒന്നാണ്. നമ്മുടെ സ്വർണ്ണാഭരണങ്ങൾ നമുക്കറിയാലോ, മാലയുണ്ട്, വളയുണ്ട്, കമ്മലുണ്ട്, ഇങ്ങനെയൊക്കെ. നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ അടങ്ങിയിരിക്കുന്നത് സ്വർണമാണ്. ഇത്ര മാറ്റമുള്ള സ്വർണം എന്നൊക്കെ പറയും, ശരിയല്ലേ? അതുപോലെ ആഭരണങ്ങളിൽ, സ്വർണ്ണാഭരണങ്ങളിൽ വസ്തുവായുള്ളത് സ്വർണമാണ്. അതുപോലെ ഈ കാണുന്ന ജഗത്തിൽ ആകെ വസ്തുവായുള്ളത് ഒന്നാണ്. അത് ആത്മാവാണ്, അല്ലെങ്കിൽ ബ്രഹ്മമാണ്. അപ്പൊ ചോദിക്കും, പിന്നെ എങ്ങനെ ഈ പലതുണ്ടായി? പലതുണ്ട് എന്ന് ഗുരു പറയുമ്പോ നിങ്ങൾക്ക് എല്ലാ അനുഭവം ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അഗ്നി അറിയാം, നമുക്ക് ജലം അറിയാം, നമുക്ക് കാറ്ററിയാം, നമുക്ക് സൂര്യനെ കണ്ടാൽ തിരിച്ചറിയും, നക്ഷത്രങ്ങളെ നമുക്ക് തിരിച്ചറിയാം, ആകാശം നാം എപ്പോഴും കാണുന്നതാണ്, അല്ലേ? അപ്പൊ ഇതൊക്കെ ശങ്കരാചാര്യർ പറഞ്ഞതൊക്കെ മിഥ്യയാണെന്നാണ്. മിഥ്യ എന്ന പദത്തിന്റെ വ്യാപ്തി എന്താണെന്നോ നിങ്ങൾക്ക് അറിയാം. ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ചെന്നു കഴിഞ്ഞാൽ ഹൈന്ദവ ഫിലോസഫിയിൽ അത് മായയാണെന്നും പറയും. എല്ലാം മായയാണ്. ഗുരുവിനൊന്നും മിഥ്യയല്ല. മിഥ്യ എന്ന ആ പദമല്ല ഗുരു ഉപയോഗിച്ചത്. ഗുരു പറഞ്ഞത് ഇതിങ്ങനെ പലതായി കാണുന്നത് നമ്മുടെ ഭ്രമമാണ്, നമുക്കുണ്ടാകുന്ന ഒരു ഭ്രമമാണ്. യഥാർത്ഥത്തിലുള്ള വസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ കാണുന്നതൊക്കെയാണ് സത്യമെന്ന് നാം ധരിക്കുന്നു, ഭ്രമിക്കുന്നു. ആ യഥാർത്ഥത്തിലുള്ള വസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് ഇത് ഭ്രമിച്ച് ഞാൻ കണ്ടതാണ് ഈ വസ്തുവിനെ, യഥാർത്ഥത്തിലുള്ളൊരു വസ്തുവിനെ ഞാൻ ഭ്രമിച്ച് കണ്ടതാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശവും ഭൂമിയും എന്ന് നമുക്ക് മനസ്സിലാവും. ശങ്കരാചാര്യർ പറഞ്ഞതനുസരിച്ച് ഇവയെല്ലാം ഇല്ലാത്തതാണ്, മിഥ്യയാണ്. ഇനി മറ്റൊരു കൂട്ടർ പറയും ഇതെല്ലാം ശൂന്യമാണ്, ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ശൂന്യമാണ്. അവരോട് നമ്മൾ ചോദിക്കുക, ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഉടലെടുക്കുമോ, ഉണ്ടാകാൻ കഴിയുമോ? ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകാൻ കഴിയും? ഒരു പയറ് മുളപ്പിച്ച് നട്ടാൽ വളർന്ന ചെടിയായി. ശൂന്യതയിൽ ഈ പയറ് മുളച്ച ചെടിയായി, വീണ്ടും ചെടിയിൽ പയറുണ്ടായി, വീണ്ടും വിത്താവുക? ശൂന്യതയിൽ കഴിയില്ല. അപ്പൊ ശൂന്യതാവാദം തെറ്റ്, മിഥ്യാവാദം തെറ്റ്. ശൂന്യതാവാദമാണ് ബുദ്ധമതക്കാര് ഉയർത്തുന്നത്, മിഥ്യാവാദമാണ് ശങ്കരാചാര്യരുടെ, മായാവാദമാണ് ഹൈന്ദവ ഫിലോസഫിയുടേത്. കേട്ടിട്ടുണ്ടാവുമല്ലോ മായ. മായ എന്ന് പറഞ്ഞാൽ ഗുരു കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അത് ആത്മാവിന്റെ ശക്തിയാണ് മായ. ആത്മാവിന്റെ ശക്തിയാണ് മായ, പരബ്രഹ്മത്തിന്റെ ശക്തിയാണ്. ശക്തിയെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. നമുക്ക് ശക്തിയില്ലേ? ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, നാവുണ്ടായാലും കഴിയില്ല. പക്ഷെ എൻ്റെ ശക്തിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയും. ഞാനിങ്ങനെ പറയുന്നത്, കേൾക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൈ ഒന്ന് ഉയർത്തണമെങ്കിൽ നിങ്ങളുടെ ശക്തി കൊണ്ടാണ്, അല്ലാതെ നിങ്ങൾക്ക് കൈ ഉയർത്താൻ കഴിയില്ല. കൈ ഉയർത്തുന്നത് നിങ്ങൾക്ക് കാണും, പക്ഷേ അതിനുവേണ്ടി ഉപയോഗിച്ച നിങ്ങളുടെ സ്വന്തം ശക്തിയെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല.
കാണാൻ കഴിയാത്ത ഒരു സാധനത്തിന് വിളിക്കുന്ന പേര് മായ എന്നങ്ങ് കൊടുത്തിരിക്കുന്നതല്ലേ. അത് ശക്തിയാണ്. പരബ്രഹ്മത്തിന് അനന്തമായ ശക്തി ഉണ്ട്. നമുക്ക് അത് ശക്തി എന്നത് പ്രത്യേകമായി നമ്മൾ പരിശോധിക്കും, അപ്പോൾ അത് കൃത്യമായി മനസ്സിലാവും. അനന്തമായ ശക്തിയുണ്ട്. കടലിലെ തിര പോലെ കടലുള്ള കാലം മുഴുവൻ ഈ തിര ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ തിരകളെ ഉണർത്തിവിടാനുള്ള കഴിവ്, ശക്തി കടലിനുണ്ട്. ഒടുങ്ങാത്ത ശക്തി. അപ്പോ ഈ ശക്തിയിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് അവസാനം നമുക്ക് എത്താൻ കഴിയുന്നത്. ഗുരു കണ്ടത് സത്യസാക്ഷാത്കാരം കഴിഞ്ഞ് വെള്ളത്തടം ഗുഹയിൽ ഘോരമായ തപസ്, തൻ്റെ മനസ്സിന്റെയും സങ്കല്പങ്ങളുടെയും ഒക്കെ നിയന്ത്രണം, തൻ്റെ ശ്വാസോച്ഛ്വാസങ്ങളുടെ പോലും നിയന്ത്രണം. ഞാനൊരു കാര്യം മറന്നു. ഹലോ, കേൾക്കാമോ? ഇപ്പോ കേൾക്കാമോ? കേൾക്കാം. ആ, നക്ഷതപ്പോ പുറത്തുനിന്നുള്ള ശബ്ദം വരുന്നു. അപ്പോ ഞാൻ ശക്തിയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ആ ശക്തിയുടെ പ്രയോഗം കൊണ്ട് എന്ത് സംഭവിക്കുന്ന ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വിശദമായി പഠിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഒന്നേ ഉള്ളൂ, പലതില്ല. പക്ഷേ നാം പലതിനെ കാണുന്നു, പലതിനെ അനുഭവിക്കുന്നു. അപ്പൊ ഇതെന്താ ഈ ഒന്ന് അല്ലെങ്കിൽ പലത്? ഈ ഒരു ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട്. ഞാനിവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഇത് ഗുരുവിന്റെ അനുഭവമാണ്. ഗുരുവിന്റെ അനുഭവമാണ് എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോ അതിന്റെ ഉദാഹരണങ്ങളായി 2-3 ശ്ലോകങ്ങൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. നിങ്ങൾക്കെല്ലാം അറിയുന്ന ശ്ലോകങ്ങളാണ്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും, ചിലപ്പോ ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഈ ശ്ലോകങ്ങൾക്ക് ഈ പശ്ചാത്തലത്തിൽ ഗുരുവിന്റെ അനുഭവങ്ങളാണ് എന്ന പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഇവയ്ക്ക് അതിൻ്റെ സമ്പൂർണമായ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ തെളിയും. ആദ്യത്തെ ശ്ലോകം ഇതാണ്: ഒരു കോടി ദിവാകരൊത്തുയരും പടി പാരൊടു നീര അനലാദികളും കെടുമാറ് കിളർന്നു വരുന്നൊരു വടിവെന്നു മെരുന്നു വിളങ്ങിടണം. കേട്ടിട്ടുണ്ടാവുമല്ലോ. ചിജ്ജട ചിന്തനത്തിലെ 1-ാമത്തെ ശ്ലോകം. ഒരു കോടി ദിവാകരൊത്തുയരും പടി പാരൊടു നീര അനലാദികളും കെടുമാറ് കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നു മെരുന്നു വിളങ്ങിടണം. സത്യസാക്ഷാത്കാരം കഴിഞ്ഞപ്പോ ഗുരു കണ്ട കാഴ്ചയാണ്, അനുഭവിച്ച കാഴ്ചയാണ്. തനിക്ക് ചുറ്റും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രകാശം. 1 കോടി സൂര്യന്മാർ ഉദിച്ചു വരുന്നത് പോലുള്ള പ്രകാശം. ഒരു കോടി ദിവാകരൊത്തുയരും പടി പാരൊടു നീര അനലാദികളും. നീരെന്ന് പറഞ്ഞാൽ ജലം, അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നി. അങ്ങനെ തുടങ്ങിയ പഞ്ചഭൂതങ്ങളായി ഇതേവരെ കണ്ടിരുന്നതിനെ ഒന്നും കാണുന്നില്ല. അവയുടെ എല്ലാ സ്ഥാനത്ത് അവ നിന്ന് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. 1 കോടി ദിവാകരർ എന്ന് പറയുമ്പോൾ 1 കോടി സൂര്യന്മാർ വന്ന് പ്രകാശിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. കൊടാനുകൂടി വരുന്ന ഈ ദൃശ്യങ്ങൾ, ഈ വസ്തുക്കൾ
അവയുടെ രൂപം പോയി. അവര് സൂര്യനെയും കാണുന്നില്ല, ചന്ദ്രനെയും കാണുന്നില്ല, നക്ഷത്രത്തെയും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അവയുടെ സ്ഥാനത്ത് ഇവയെല്ലാം നിന്ന് പ്രകാശിക്കുന്നു. അതാണ് ഗുരു കണ്ടത്. ആ കാഴ്ച കണ്ടപ്പോ ഗുരുവിന് മനസ്സിലായി, ഇവയെല്ലാം ഒരുപോലെ നിന്ന് പ്രകാശിക്കും. ഒരു കോടി ദിവാകരൊത്തുയരും പടി പാരൊടു നീര അനലാദികളും കെടുമാറ്. ഇവയെല്ലാം അവയൊക്കെ നശിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ കെട്ടുപോകുന്നത് പോലെ കിളർന്ന് വരുന്നൊരു പിന്നെ മുളപൊട്ടി വരുന്ന ഒന്ന്. അവയെല്ലാം നശിക്കുമാറ്, മാഞ്ഞു മറയുമാറ് കിളർന്ന് വരുന്ന, മുളപൊട്ടി വരുന്ന നിൻ വടിവ്, നിന്റെ സ്വരൂപം. നിൻ വടിവ്, നിന്റെ സ്വരൂപം കിളർന്നു വരുന്നൊരു നിൻ വടിവ് എന്നും ഇരുന്ന് വിളങ്ങിയിടണം. എന്നിൽ നിന്ന് വിട്ടുപോകാതെ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടേയിരിക്കണം. അത് നിന്റെ വടിവാണ്. അവിടെ നിന്റെ എന്ന് പറയുമ്പോൾ ഗുരു ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് സ്പഷ്ടമല്ലേ? ഈ എല്ലാത്തിനും അടങ്ങിയിട്ടുള്ള ആ മഹത് ശക്തിയുടെ വടിവ് സ്വരൂപം മുള പൊട്ടി വരുന്നത് പോലെ എൻ്റെ ഉള്ളിൽ ഉയർന്നു വന്നിരിക്കും. അതൊന്നും എന്നും വിട്ടുപോകാതെ എന്നെ വിട്ടുപോകരുതേ എന്നാണ് ഗുരു അവിടെ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ പ്രകാശരൂപമായി ഗുരു കണ്ടു. അപ്പൊ ചിലർ ചോദിക്കപ്പോ പ്രകാശമാണോ ബ്രഹ്മം? ഈ ദൈവം എന്ന വാക്ക് ചോദിക്കുമ്പോൾ ദ്വൈ എന്ന ധാതു, അതിൽ നിന്നാണ് ദൈവം ഉണ്ടായത്. ദ്വൈ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. അതുകൊണ്ട് പ്രകാശമാണോ എന്ന് നമ്മൾ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ പ്രകാശം ദൈവമാണ് എന്ന് പറയും. അപ്പൊ ഗുരു കണ്ട കാഴ്ചയാണിത്, അനുഭവിച്ചറിഞ്ഞതാണ്. ദീർഘകാലത്തെ തപസ്സിന്റെയും ധ്യാനത്തിന്റെയും ഒടുവിൽ ഗുരുവിന് ദൃശ്യമായത് ഇതാണ്. പിന്നെ ഈ കാണുന്ന കാഴ്ചകളും ആ വസ്തുക്കളും യാതൊന്നുമില്ല. എല്ലാത്തിൻ്റെ സ്ഥാനത്ത് പ്രകാശം പൊട്ടി വരുന്നു, നിന്റെ സ്വരൂപം. അടുത്ത ശ്ലോകം ഇപ്പോ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയാണ് ഈ പറയുന്നത്. കണ്ണുകൾ കൊണ്ട് തുറന്നു നോക്കിയപ്പോൾ കണ്ടതാണ്. ഇനി അടുത്തത് ചെവി കൊണ്ട് കേൾക്കുമ്പോൾ അത് ആത്മോപദേശ ശതകം 52 ശ്ലോകം. ആത്മോപദേശ ശതകം 52. നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാവും. ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമന്നാൾ അതിങ്കൽ അണയും അശേഷ ദൃശ്യജാലം പുനരവിട ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം പ്രകാശം. എനിക്ക് വലിയ ഈണത്തിലൊന്നും കവിത ചൊല്ലാൻ അറിയില്ല, അല്ലെങ്കിൽ ഗുരുയുടെ ശ്ലോകങ്ങളെല്ലാം അറിയില്ല. എന്നേക്കാൾ നന്നായി ചൊല്ലുന്നവരുണ്ടാവും. അതുകൊണ്ട് അതിന്റെ ഈണമൊന്നും നിങ്ങൾ കാണില്ല. നിങ്ങൾക്ക് വരികൾ അല്ലെങ്കിൽ വാക്കുകൾ സ്പഷ്ടമാക്കുന്നതിന് വേണ്ടി അങ്ങനെ അല്ലെങ്കിൽ ചൊല്ലുന്നതിന്. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അന്നാൾ അണയുമതിങ്കൽ അശേഷ ദൃശ്യജാലം. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും. ധ്വനി എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ മുഴക്കമാണ്. നമ്മൾക്ക് ധാരാളം ശബ്ദം അറിയാമല്ലോ. ചെണ്ട കൊട്ടുന്നത് ശബ്ദം, ഓടക്കുഴൽ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, വീണ മീട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. ആ ശബ്ദങ്ങൾക്ക് തമ്മിലുള്ള ഒരു വ്യത്യാസം, ചെണ്ടയുടെ ശബ്ദത്തിന് ധ്വനിയില്ല, മുഴക്കമില്ല, കാതടച്ചുള്ള ഒച്ച മാത്രമേ. എന്നാൽ ഇടക്കയോ അല്ലെങ്കിൽ ഓടക്കുഴലോ വീണയോ മറ്റെന്തെങ്കിലും വായിച്ചാൽ
ആ ശബ്ദം ഇങ്ങനെ നേർത്ത് 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 അങ്ങനെ പോകും. ഒറ്റയടിക്ക് നിന്നു പോയില്ല. അങ്ങനെയുള്ള ശബ്ദമാണ് ധ്വനി എന്ന് പറയുന്നത്. അപ്പോ ആകാശം മുഴുവൻ ഈ മുഴക്കം നിറഞ്ഞ് ധ്വനിമയമായി എവിടെയും ഈ ധ്വനിയെയാണ് കേൾക്കുന്നത്. അതിന് അനാഹൃതനാദം എന്നൊക്കെ കുണ്ടലിനി പാട്ട് പഠിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കും, പറഞ്ഞിട്ടുണ്ട് പദങ്ങൾ. അങ്ങനെ ആകാശം മുഴുവൻ ഇങ്ങനെ മുഴങ്ങുന്നു. അങ്ങനെ ആകാശം മുഴുവൻ മുഴങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ടത് കണ്ണല്ലല്ലോ, ചെവിയാണ്. അതിങ്ങനെ മുഴങ്ങുകയും ധ്വനിമയമായി ഗഗനം ജ്വലിക്കും. അവിടെ ജ്വലിക്കും എന്ന് പറയുമ്പോൾ കത്തുമെന്ന് കണക്കാക്കേണ്ട, ധ്വനി ഇങ്ങനെ ഉയർന്നു വരുന്നത് ജ്വലിക്കുന്നത് പോലെ തന്നെയാണ് അനുഭവം. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അന്നാൾ അണയും അതിങ്കൽ അശേഷ ദൃശ്യജാലം. അപ്പോ ഈ കണ്ടിരുന്ന ദൃശ്യങ്ങളൊക്കെ അവസാനിച്ചു. ദൃശ്യങ്ങളൊക്കെ അവസാനിച്ചു. കേട്ടിരുന്ന ദൃശ്യങ്ങളൊക്കെ അവസാനിച്ചു. അതിങ്കൽ അണയും അശേഷ ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും. പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും. ത്രിപുടി എന്ന പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു. ഇതാണ് ത്രിപുടി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും. ത്രിപുടി എന്താണെന്ന് മനസ്സിലാക്കി ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ത്രിപുടി ഞാൻ ഈ പറഞ്ഞത് കൂടാതെ ഹലോ, കേൾക്കുന്നുണ്ടോ? ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ത്രിപുടി എന്താണെന്ന്? ഗുരുദേവ കൃതികൾ വായിക്കുമ്പോൾ, ജനനി നവരത്നമഞ്ജരി ഉൾപ്പെടെ വായിക്കുമ്പോൾ ഈ പദം പലപ്പോഴും കേൾക്കാറുണ്ട്. ത്രിപുടി എന്താണെന്ന് അറിയോ? അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു. അത് ഞാൻ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം. ചെറിയ ക്ലാസ്സില്ല. ഓക്കെ ഓക്കെ. മോൻ വിളിച്ചത് അമേരിക്കയിൽ. ഇരിക്കട്ടെ. അപ്പൊ ഇത്രയും നമുക്കൊക്കെ അറിയാം. പക്ഷെ ഇതെന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞ ആൾക്ക് അറിയാമോ? നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ അതിന് കാണുന്ന നമ്മളുണ്ടാവണം, കാണുന്ന വസ്തു ഉണ്ടാകണം, അല്ലേ? അറിവ്, അറിയപ്പെടുന്നവൻ, അറിയപ്പെടുന്ന വസ്തു. അപ്പൊ ഒരു വസ്തുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന അനുഭവത്തിന് ഇങ്ങനെയാണ്, ഇതിനെയാണ് ത്രിപുടി എന്ന് വിളിക്കുക. ജീവൻ ഉണ്ടാകുന്ന അനുഭവമാണ് ത്രിപുടി. ഇത്രയെങ്കിലും ഒന്ന് ഓർക്കണേ. ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇങ്ങനെ അറിവ്, അറിയപ്പെടുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ് എന്നൊക്കെ പറഞ്ഞു പോയാൽ ആർക്കും മനസ്സിലാവില്ല. ഇത് നാം ഈ ജഗത്തിൽ കണ്ടിരുന്ന മുഴുവൻ വസ്തുക്കൾക്കും ഇങ്ങനെ നാം കാണുന്നു, അവ വസ്തുക്കളുണ്ട്, അല്ലെങ്കിൽ അത് കാണപ്പെടുന്നുണ്ട്. ഇതിനെയാണ് ത്രിപുടി എന്നൊക്കെ ഉള്ളൊരു പദം പ്രയോഗിച്ച് ഈ വേദാന്തത്തിൽ മനുഷ്യനെ കുഴയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ നമുക്കുണ്ടാകുന്ന അനുഭവം. എന്ന് പറഞ്ഞാൽ ഇവയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനുഭവത്തിനെയാണ് ത്രിപുടി. അതിന് 3 പടോ 5 പടോ എത്ര പടോ എങ്കിലും ഉണ്ടാകും. നമ്മളെ കുഴയ്ക്കുന്ന വാക്ക് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ ഗുരുവും പറയുന്നു ത്രിപുടിക്ക് പൂർത്തി നൽകും. ഈ സ്വനവും അടങ്ങും ഇടം പ്രകാശം എന്നാണ്. പിന്നെ ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമെന്നാൾ അതിങ്കൽ അണയും അശേഷ ദൃശ്യജാലം. ആ ദൃശ്യജാലം പൂർണ്ണമായി ഇല്ലാതായി. കഴിയുമ്പോൾ പിന്നെ ത്രിപുടി ഉണ്ടോ?
ആ ദൃശ്യങ്ങളൊക്കെ ഇല്ലാതായി, പൂർത്തീകരിച്ചു, അതൊന്നും കാണുന്നില്ല. അപ്പൊ പിന്നെ അവിടെ ത്രിപുടിയില്ല, കഴിഞ്ഞു, ത്രിപുടിയുടെ കഥ കഴിഞ്ഞു. ഈ വസ്തുക്കൾ ഉണ്ടെങ്കിലല്ലേ, അല്ലെങ്കിൽ അതിന്റെ അനുഭവം ഉണ്ടെങ്കിലല്ലേ, അവയിൽ നിന്ന് ശബ്ദം വന്നാലല്ലേ ചെവിക്ക് കേൾക്കാൻ കഴിയൂ. ഇതൊന്നുമില്ല. അതാണ് ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവും അടങ്ങും ഇടം പ്രകാശം. അവിടെ ഈ മുഴക്കവും അടങ്ങിക്കഴിയുമ്പോ വീണ്ടും വരുന്നു പ്രകാശം. അപ്പൊ ശബ്ദത്തിലൂടെ, ചെവിയിലൂടെ ഈ ശബ്ദമെല്ലാം കേട്ട് അവസാനം അതും പ്രകാശമായി തന്നെ അനുഭവപ്പെടും. കാര്യം പിടികിട്ടിയോ? ഞാനിങ്ങനെ ചോദിക്കാം, നിങ്ങൾ പറയുന്നത് മനസ്സിലായി എന്ന്, പിടികിട്ടി എന്ന് ധരിച്ച് ഞാനങ്ങ് പോവാണ്. അവസാനം നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ ഞാനീ പറഞ്ഞത് കൊണ്ട് എന്ത് പ്രയോജനം എന്ന അവസ്ഥയിൽ തോന്നുകയും ചെയ്യും. എനിക്കറിയില്ല. നിങ്ങളാണെങ്കിൽ വളരെ തുച്ഛമായി, വളരെ പിശുക്കിയ വർത്താനം പറയും. അങ്ങനെ ഒരു ചിട്ട നിങ്ങൾക്കുണ്ട്. ഇരിക്കട്ടെ, അതൊന്നും ഞാനായിട്ട് തകർക്കണില്ല, ഇരുന്നോട്ടെ. സാറ് ത്രിപുടിയെ കുറിച്ച് ഒന്നുകൂടെ പറയാവോ? ത്രിപുടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു കാണുമ്പോൾ ജീവന് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അനുഭവമാണ്. ആ വസ്തു അവിടെ വേണം, കാഴ്ച വേണം, നമ്മളും വേണം. വേണ്ടേ? വേണം. അതിനെയാണ് ഈ അനുഭവത്തെ. അപ്പൊ നമുക്ക് ആ വസ്തുവിനെ കുറിച്ചൊരു അനുഭവം ഉണ്ടാകും. ഞാൻ നേരത്തെ ആനയുടെ കഥ പറഞ്ഞ പോലെ ഒരു അനുഭവം ഉണ്ടാകും. അതിന് 3 പുടകൾ ഉണ്ടെന്നേ പറയുന്നുള്ളൂ. നമ്മളവിടെ വേണം, ഈ വസ്തു വേണം, കാഴ്ച വേണം. അതിന് 3 കൂടെ കൂട്ടിച്ചേർത്തിട്ട് കടിച്ചാ പൊട്ടാത്തൊരു പ്രയോഗം, ആർക്കും മനസ്സിലാകാൻ പ്രയാസമുള്ളൊരു പ്രയോഗം. അതൊക്കെ, ഈ പ്രയോഗങ്ങളൊക്കെ ഗുരു ലളിതമായി പറയുന്നു. ഇതൊക്കെ തന്ത്രം ചൊല്ലുന്ന തന്ത്രിക്കും മന്ത്രം ചൊല്ലുന്ന ശാന്തിക്കും മാത്രം ഉണ്ടായാൽ മതി അറിവ്. അവർക്കും ഒന്നും അറിയില്ല ഭൂരിപക്ഷത്തിന്. അപ്പൊ നമുക്കുണ്ടാകുന്ന ജീവൻ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ജീവൻ. അത്രയും മനസ്സിലാക്കിയാൽ മതി. എല്ലാ അനുഭവങ്ങൾക്കും ഇങ്ങനെ 2-3 വശങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? ചോദിച്ച ആൾക്ക് മനസ്സിലായി. ഓക്കെ. അപ്പൊ ത്രിപുടി മുടിഞ്ഞു പോയാൽ, ജനനി നവരത്ന മഞ്ജരിയിൽ ചൊന്ന ത്രിപുടി മുടിയും എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ത്രിപുടി എന്ന് പറഞ്ഞത് നാം ഈ കാണുന്ന പ്രപഞ്ചം അല്ലെങ്കിൽ ഈ കാണുന്ന ദൃശ്യങ്ങളുടെ എല്ലാം അനുഭവമാണെങ്കിൽ ആ അനുഭവങ്ങൾ മുഴുവൻ ഇല്ലാതെയാകുന്നു. പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യനെ കാണുന്നില്ല, നമ്മളിങ്ങനെ ചവിട്ടി നിൽക്കുന്ന ഭൂമിയെ അനുഭവപ്പെടുന്നില്ല, മരങ്ങൾ കാണുന്നില്ല, മറ്റു ജീവജാലങ്ങൾ കാണുന്നില്ല, ആകാശവും കാണുന്നില്ല, എന്നും കാണുന്നില്ല. അങ്ങനത്തെ ഒരു അനുഭവം ഗുരുവിനുണ്ടായി. ഇത് ഗുരുവിനുണ്ടായ അനുഭവമാണ് ഗുരു പറയുന്നത്. അവിടെയും സ്വനവും അടങ്ങും ഇടം പ്രകാശം. അവിടെയും പ്രകാശം. സ്വയം പ്രകാശം. സ്വയം പ്രകാശം. ഇതെല്ലാം സ്വയം പ്രകാശിക്കുകയാണല്ലോ. സ്വനവും അടങ്ങും ഇടം സ്വയം പ്രകാശം. എല്ലാം പ്രകാശിച്ചു കൊണ്ട് നിൽക്കുന്നു. ഇനി അടുത്തത്, ഇത് ആത്മോപദേശ ശതകം 50-ാമത്തെ ശ്ലോകമാണ്. ഞാൻ ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഈ ഗുരു ഫിലോസഫി പഠിക്കണമെങ്കിൽ ഏതെങ്കിലും കൃതി ആദ്യം മുതൽ 1, 2, 3, 4 എന്ന് 100 വരെ ആത്മോപദേശകം പഠിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാവില്ല. ഗുരുവിന്റെ അത്യപാരമായ കഴിവാണ് ഈ കാണിക്കുന്നത്. ഇതിങ്ങനെ പലയിടത്തായി ഗുരു ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഒരല്പം ബുദ്ധിമുട്ടി വേണം കണ്ടു പിടിക്കാൻ. അങ്ങനെ പിടിക്കാൻ മതി. അങ്ങനെ മടിയന്മാർക്ക് വേണ്ടി ഇങ്ങനെ ഹരിശ്രീ എഴുതണ പോലെ എഴുതണ്ട എന്ന് ഗുരു കരുതി കാണും. അപ്പൊ അതാണ് ചിച്ചട ചിന്തനം 1-ൽ തുടങ്ങി, ആത്മോപദേശ ശതകം 52-ൽ വന്നു. ഇപ്പൊ ദേ ആത്മോപദേശ ശതകം 50. അതാണ് ഇതിന്റെ ക്രമം. എന്നാലേ ഈ നിങ്ങൾക്ക് ഗുരു ഫിലോസഫിയിലേക്ക് എത്താൻ കഴിയും. ഇരിക്കട്ടെ,
ആത്മോപദേശ ശതകം 50. നിലമൊടു നീരതുപോലെ കാറ്റുതീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയുമെന്നു വേണ്ടയല്ല അറിവുമകൾ ഉയർന്ന ഉലകുമുയർന്ന അറിവായി മാറിടുന്നു. നിലമടു നീരതുപോലെ കാറ്റുതീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നു വേണ്ടയല്ല അറിവുമുണർന്ന ഉലകമുണർന്ന അറിവായി മാറിടുന്നു. വിവരം അത് തന്നെയാണ്. നിലമൊടു നീര് അതുപോലെ കാറ്റ് തീയ്. കാര്യം മനസ്സിലായല്ലോ എന്തൊക്കെയാണ്? നിലമൊട് നീര് അതുപോലെ കാറ്റ് തീയ്. 4 കാര്യങ്ങൾ വന്നല്ലോ. നിലമൊട് എന്ന് പറയുമ്പോൾ ഭൂമിയെ ഉദ്ദേശിച്ചിട്ടാണ്. നിലമൊട് നീര് ജലത്തെ ഉദ്ദേശിച്ചിട്ടാണ്. നിലമൊട് നീര് അതുപോലെ കാറ്റ് തീയ്. അത് നമുക്കറിയാലോ. രണ്ടും പഞ്ചഭൂതങ്ങളെയാണ് ഗുരു അവിടെ പരാമർശിക്കുന്നത്. വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും. വെളി എന്ന് പറഞ്ഞാൽ ആകാശം. വെളി എന്ന പദത്തിന്റെ അർത്ഥം ആകാശമാണ്. അഹങ്കൃതി വിദ്യയും മനസ്സും. അഹങ്കൃതി എന്നത് അഹംബോധം, ഞാൻ എന്ന ബോധം എന്ന് കരുതിയാണ്. അതും ഞാൻ എന്നെയും. വിദ്യയും മനസ്സും. നമുക്ക് വിദ്യ അവിദ്യ എന്നീ 2 പദങ്ങൾ നിങ്ങൾ കേട്ടുക. വിദ്യ എന്നത് എന്താണ്, അവിദ്യ എന്നത് എന്താണ്, പിന്നീട് നമ്മളത് ആ ഭാഗത്തേക്ക് വരും. ഇവിടെ ഈ ശ്ലോകത്തിൽ ഇതുള്ളത് കൊണ്ട് വിദ്യ എന്നത് പരബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്ന, അങ്ങോട്ട് ചായുന്ന നമ്മുടെ ചിന്തകളെയാണ് വിദ്യ എന്ന് വിളിക്കുക. അതിൻ്റെ എതിർദിശയിലേക്ക് പായുന്ന ചിന്തകളെ അവിദ്യ എന്നും വിളിക്കുന്നു. അപ്പോ ഇങ്ങനെ പരബ്രഹ്മത്തെ തേടുന്ന, അറിയാൻ ശ്രമിക്കുന്ന വിദ്യാശക്തി. അപ്പൊ നമ്മുടെ ശക്തി അവിടെ 2ആയിട്ട് പിരിയും. ഒന്ന് പരബ്രഹ്മത്തെ അറിയുന്ന വിദ്യാശക്തിയും, മറ്റൊന്ന് ഈ കാണുന്ന ദൃശ്യങ്ങളുടെ പുറകെ പോകുന്ന അവിദ്യാശക്തിയും. അത് വീണ്ടും നമ്മുടെ അതെന്താന്നൊക്കെ ആ സന്ദർഭത്തിൽ പറയാം. ഇത്രയെങ്കിലും മനസ്സിലാക്കാം. വിദ്യയും മനസ്സും, നമ്മുടെ തന്നെ മനസ്സും, അലകളും ആഴിയും എന്ന് വേണ്ട എല്ലാ ഉലകവും. അലകൾ നിങ്ങൾക്കറിയാം, ആഴി നിങ്ങൾക്കറിയാം, എന്ന് വേണ്ട എല്ലാ ഉലകവും ഉയർന്ന് അറിവായി മാറിടും. ഇവിടെ ഗുരു അറിവ് എന്ന പദമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാലോ, അറിവ് എന്ന് പറയുമ്പോൾ ഗുരു എന്തിനെയാണ് ഉദ്ദേശിച്ചത്? ബോധത്തെയാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ട് അങ്ങനെ ബോധം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് പിന്നീട് നോക്കാം. ഉലകമുയർന്ന് അറിവായി മാറിടുന്നു. എല്ലാം ഉയർന്ന് ബ്രഹ്മമായി, ആത്മാവായി മാറുന്നു. അറിവായി മാറിടുന്നു. അതും ഗുരുവിനുണ്ടായ അനുഭവം. ഭൂമിയോടൊപ്പം ജലം, അപ്രകാരം തന്നെ കാറ്റും അഗ്നിയും അഹങ്കാരവും ആകാശവും അഹംബോധവും വിദ്യാശക്തിയും അന്ധക്കരണവും തിരകളും സമുദ്രവും എന്നു വേണ്ട എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളും നാമരൂപങ്ങൾ വെടിഞ്ഞ് കേവലബോധമായി ഭവിക്കുന്നു. അപ്പൊ ഇവിടെ പ്രതിഭാസങ്ങളെയാണ് ഉദ്ദേശിച്ചത്. മറ്റത് ജഡവസ്തുവായ അതിൻ്റെ ആ വസ്തുക്കളെയാണ്. ആ വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന പ്രതിഭാസങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് ആത്മോപദേശ ശതകം 16. അധിക വിശാല മരുപ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം. ശ്രുതികളിൽ വീണു തുറക്കുമക്ഷിയെന്നും
ഏതമയിലും യുതിവര്യനായിടേണം. അധിക വിശാല മരുപ്രദേശമൊന്നായി നദി പെരുകുന്നത് പോലെ വന്നു നാദം. വീണ്ടും ശബ്ദത്തെക്കുറിച്ച് പറയുന്നത്. വളരെ വിസ്തൃതമായ ഒരു മരുഭൂമിയിലേക്ക് ഒരു നദി ഒഴുകി വരികയാണ് എങ്കിൽ അതൊരു അങ്ങനെ സങ്കല്പിച്ചാൽ എപ്രകാരമാണ് ശബ്ദം ഉയർന്നു വരിക? മരുഭൂമിയുടെ കഥ നമുക്കറിയാം. മണല്, അവിടെയുള്ള മണൽത്തരികളാകെ വളരെ ദൂരത്തിൽ ഇങ്ങനെ നമ്മുടെ കല്ല് പോലെയുള്ള പ്രദേശമല്ല. അപ്പൊ അതിലേക്ക് വെള്ളം ഒഴുകി വന്നാൽ വെള്ളം ഉള്ളിലേക്ക് ഒഴുകും. അതിനൊരു ശബ്ദം ഉണ്ടാകും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, ആദ്യത്തെ മഴ നമ്മുടെ നാട്ടിൽ പെയ്താൽ ആ മഴ മണ്ണിലേക്ക് താഴ്ന്നു പോകുന്നതിന് അല്പം സമയം എടുക്കുക വെള്ളം. അങ്ങനെ വെള്ളം പോകുമ്പോൾ അതിനൊരു ശബ്ദം ഉണ്ടാകും. പിന്നീട് വരുന്ന മഴയൊക്കെ വെറുതെ വെള്ളം ഒഴുകി പോകുള്ളൂ. ഇരിക്കട്ടെ, മരുഭൂമിയിലേക്ക് ഒരു നദി ഒഴുകി വരികയാണെന്ന് സങ്കല്പിക്കുക. സംഭവിക്കാനിടയില്ലാത്തൊരു കാര്യം, മരുഭൂമിയിലൂടെ നദി ഇരിക്കുന്നു. ആ നദി അങ്ങനെ ഒഴുകി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം, നാദം, അധിക വിശാല മരുപ്രദേശമൊന്നായി നദി പെരുകുന്നത് പോലെ വന്നു നാദം. അപ്പോ ഈ രൂപത്തിലുള്ള ഒരു മുഴക്കമുള്ള നാദമാണ് കേൾക്കും. ആ നാദത്തിന് എന്ത് സംഭവിക്കും? ശ്രുതികളിൽ വീണ് തുറക്കുമക്ഷി. ശ്രുതി എന്ന് പറഞ്ഞാൽ ഉൾക്കാമ്പ്, ഇല്ലെങ്കിൽ ഉൾച്ചെവി എന്നാണ് അർത്ഥം. നമ്മുടെ ചെവിക്ക് ഉള്ളിലൊരു ഉൾച്ചെവിയുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് ഉള്ളിലൊരു ഉൾക്കണ്ണുണ്ട്. പലപ്പോഴും പറഞ്ഞു കേൾക്കാം, ഉൾക്കണ്ണ് തുറന്നു ഇല്ലേ? അങ്ങനെ ഈ ചെവിയിലെ ആ ശ്രുതികളിൽ ശ്രുതി വന്ന് വീണ് ആ ചെവി ശ്രുതി എന്ന് പറഞ്ഞാൽ ചെവിയാണ്, ചെവിയാണ്. അതിൽ ശബ്ദം വന്ന് വീണപ്പോൾ നടക്കുന്ന ഒരു മഹാ അത്ഭുതമാണ് ഉൾക്കണ്ണ് തുറക്കുക എന്ന്. ഉൾക്കണ്ണ് തുറക്കുമക്ഷി എന്നും, ആ ഉൾക്കണ്ണ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കുമുള്ളതാണ്. രണ്ട് പുരികങ്ങളുടെ നടുവിലായി നമ്മൾ കേട്ടു കാണും. ഇപ്പോഴാ ശിവരാത്രി കഴിഞ്ഞല്ലേ ഉള്ളൂ, അതിന്റെ ആഘോഷമൊക്കെ തീർന്ന് അതിന്റെ ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഉണ്ടാവും. ശിവന് മുക്കണ്ണുണ്ട്. അതങ്ങ് തുറന്നാൽ കാലനെ ചുട്ടരിച്ച കണ്ണ്. എന്തോ സമയായ? ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ നിർത്തുകയാണ്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം വീണ്ടും. ഒറ്റ കാര്യം, ഇത് ഗുരുവിന്റെ അനുഭവങ്ങളാണ്. ഓക്കെ, ശരിയെന്നാ. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ശരി, ഓക്കെ. അപ്പൊ അവിടെ വെച്ച് തുടങ്ങണം. ഓക്കെ, വളരെ നന്ദി സർ. ഇത്രയും സമയം ഗുരു ഫിലോസഫി എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് ശ്രീ തമ്പി ചേലക്കാട്ട് സാറാണ്. ഗുരു ഫിലോസഫി എന്ന വിഷയം ഗംഭീരമാണ്. ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ധാരാളം നമ്മൾ വായിക്കേണ്ടതുണ്ട്. അതിനെ വളരെ സരസമായി ഉദാഹരണ സഹിതമാണ് സാർ നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഇത്രയും സമയം ക്ലാസ് നമുക്ക് എടുത്തു തന്ന ശ്രീ തമ്പി ചാലക്കാട് സാറിന് കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെയും സാറിനെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നത് ശ്രീമതി സുമ സുരേഷ് കാരാപ്പുഴ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഓം തത്സത് ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. ഓം നമസ്തേ. ശരി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകാവുന്നതാണ്. നമസ്തേ. നമസ്തേ.